ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബേബിക്കോൺ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു റൈസിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബേബിക്കോൺ 65 റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബേബിക്കോൺ 65 തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 12 ബേബിക്കോണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് 5 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ബേബിക്കോൺ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേബിക്കോൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നവരെ ഒരു 5 മിനിറ്റോളം നമുക്ക് ഈ ബേബിക്കോൺ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബേബിക്കോൺ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ബേബിക്കോൺ എല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബേബിക്കോൺ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേബിക്കോൺ 65 തയ്യാറാക്കാൻ വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഇനി നമുക്ക് ബേബിക്കോൺ 65 തയ്യാറാക്കാൻ വേണ്ടിയുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നല്ലപോലെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ഓൾറെഡി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് ഈ മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒരു പേസ്റ്റ് പരുവത്തിൽ ഈ മസാല നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. കണ്ടോ, നല്ല പേസ്റ്റ് പരുവത്തിൽ ഈ മസാല റെഡിയായി വരുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മസാല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബേബിക്കോൺ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നന്നായിട്ട് ഈ ബേബിക്കോണിലേക്ക് നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ്സ് നമുക്കൊരു റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില വേണമെങ്കിൽ നമുക്ക് ഈ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബേബിക്കോൺ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിന്മേൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മസാല പുരട്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേബിക്കോൺ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ മസാല പുരട്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേബി കോൺ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ് നമുക്ക് ഈ ബേബിക്കോൺ 65 തയ്യാറാക്കി എടുക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ലഞ്ചിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ബേബിക്കോണും ഞാൻ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബേബിക്കോൺ ഓൾറെഡി കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് കുക്കായി കാണും ഓൾറെഡി. അതുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മറുവശം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മറുവശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. നമുക്കിന്ന് എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാ ബേബിക്കോണും ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബേബിക്കോൺ 65 ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. താങ്ക്